ലഭിച്ചാൽ ഒരാൾക്കും ഹദിയയെന്തോ സദസതിൽ ഇരിക്കുന്നവർ പങ്കാ ഹദീസും ഉണ്ടതിൽ. ഒരുത്തൻ്റെ സ്വാധീനത്തിനാൽ ഒരു ഗുണമൊരാൾ ചെയ്താൽ മുതൽ നൽകുന്ന ഫലമിൽ തന്നെയാൾ. ഒരു കാര്യവും ചോദിച്ചിടണ്ട പൊന്നെ, അവനതിന് അഹ്ലല്ലെന്ന് കണ്ടാൽ പിന്നെ. ഹാജത്തിനുള്ളൊരു സമയമല്ല എന്ന് അറിഞ്ഞാലും അതുപോലാണൊഴിക്കൽ നന്നേ. നീ അതിന് അഹ്ലല്ലെന്ന് കണ്ടാലും അത് ചോദിക്കുവാൻ പാടില്ല എന്നാണുള്ളത്. ഇതുപോലെ ഖാലിദ് ഇബ്നു സഫ്വാൻ ബഹ്ജയിൽ പറയുന്നതായി കാണുന്നു. 1-ാം ഭാഗമിൽ തേടേണ്ട നീ ഒരു വ്യക്തിയോട് സഹായവും സാധിച്ചു കിട്ടാൻ വേണ്ടി ഏതൊരു കാര്യവും അവനുണ്ട് ഗുണവും എപ്പോഴും അത് കൊണ്ട്, എന്നാൽ അസാധ്യം തന്നെയാണെന്നുണ്ട്. ഗവൺമെൻറ് നാട് പിഴിഞ്ഞ് കാശുണ്ടാക്കും, അതുകൊണ്ട് നാടിനെ വല്ല ഗുണവും ചെയ്യും. ചുമരിൻ്റെ അടിയിൽ നിന്ന് മണ്ണെടുത്തിട്ടതായി തട്ടിൻ്റെ മുകളിൽ ഇട്ട് പൂശും പോലെയായി ചുമരിൻ്റെ അടിഭാഗം ക്രമേണ ബലക്ഷയം ഉണ്ടാകും, അപ്പോൾ തകരുമെല്ലാം നിശ്ചയം. ദിക്റുള്ള അധികം ലാഭമുള്ള തിജാറത്ത, അതുപോലെ ദിക്റുന്നാസ് വലിയ ഖസാറത്ത. കൂടാതെ ദിക്റുള്ള ശിഫാഉൻ എന്നാ മറക്കേണ്ട ദിക്റുന്നാസ് ദാഉൻ തന്നാ. ഒരു കുട്ടിയിൽ നീ കണ്ടുവന്നാൽ ഇരു ഗുണം, അവൻ ഭാവിയിൽ ഒരു യോഗ്യനാണെന്നറിയണം. അതിലൊന്ന് ഭയവും ലജ്ജയാ മറ്റൊന്ന് എന്നുള്ളതും വഹബെന്നവർ പറയുന്നു. ഖുർആനിലും തലസ്ഥാനമുണ്ടല്ലോ ബഖറയ എന്നുള്ളതും റൂഹുൽ ബയാനിൽ തന്നെയാ. തൗറാത്ത് മൊത്തം സൂറത്തായിരമെന്ന ഓരോന്നിലും ആയത്ത് അൽഫും തന്നാ. റൂഹുൽ ബയാൻ നീ നോക്ക്, 1-ൽ ഉണ്ടിത്, 29-ലാണതും കാണുന്നത്. ഹാറൂൻ റഷീദോടൊരു ദിനം ഒരു വ്യക്തിയും പറയുന്നതായി ചെയ്ത ക്രമം ഒരു വിഡ്ഢിയും. ഒരു 5 പെണ്ണിനെ ഒറ്റ ദിവസം തന്നവൻ ചൊല്ലിക്കളഞ്ഞു തലാക്ക്. എന്തൊരു നാരദൻ! ഇത് കേട്ട് അത്ഭുതത്തോടെ ഹാറൂൻ എന്തിന് 4 സാധ്യം 5-ലെങ്ങനെ വരുമിത്? അപ്പോൾ അയാൾ പറയുന്നു വിവരം വിശദമായി. അത് കേൾക്കുവാൻ രാജാവിനും ജിജ്ഞാസയായി. ഒരു 4 പെണ്ണവനുണ്ട് എന്നും കലഹമാ. ഒരു ദിനം അവൻ വീട്ടിൽ വരുമ്പോൾ ബഹളമാ. കലഹിച്ചു വീട്ടിൽ നിന്ന് കൊല്ലും അന്ന് പുറത്തേക്കിറങ്ങി തന്നതാ നിൽക്കുന്ന്. കലിതുള്ളി ഒരു പെണ്ണോടവൻ പറയുന്നേ, നീ തന്നെടീ വഴക്കിന്നു കാരണമെന്ന്. അതുകൊണ്ട് നിന്നെ ഒഴിഞ്ഞടി ഞാനിന്ന്. നീ നിന്റെ വീട്ടിൽ പോഷണം ഇവിടുന്ന്. ഇതുകൊണ്ട് രണ്ടാമത്തവൾ പറയുന്നു, ഉപദേശമായിരുന്നേറ്റവും ഹൈറന്ന്. അപ്പോൾ പറഞ്ഞവളോട്, നീ ആരാടി? ഞാൻ നിന്നെയും ഒഴിയുന്നടി, നീ പോടി.